ഹായ് ഗൈസ്, നമ്മളിന്ന് വേൾഡ്സ് ഓൾഡസ്റ്റ് ഡെമോക്രാറ്റിക് ഗവർണൻസിയുള്ള മലാന വില്ലേജ് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ കസോളിലാണ്. ഈ കസോളിൽ നിന്ന് നമ്മളൊരു സ്കൂട്ടർ റെൻറ്റിന് എടുത്തിട്ട് 900 റുപ്പീസുള്ള സ്കൂട്ടറിന് ഇവിടുന്ന് റെൻറ്റിന് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ 2 പേരുള്ളത് പോകുന്നത്. അപ്പോൾ നമ്മൾ ജെറിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാൻ. ബുന്ദറിലൊക്കെയുള്ള വഴിയാണ്. ജെറിയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് വേണം മലാന വില്ലേജിലോട്ട് പോകാൻ. ഒരു നിയർലി ജെറിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹൈഡ്രോ പവർ പ്ലാന്റ് എത്തും. അവിടെ വരെ നമുക്ക് സ്കൂട്ടറൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു 2 years മുന്നേ ഫ്ലഡും ലാൻഡ് സ്ലൈഡും ഫ്ലഡൊക്കെ വന്നിട്ട് കംപ്ലീറ്റ് റോഡും കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത്. ഞാൻ ഒരു 3 years മുന്നേ പോയപ്പോൾ വരെ നമുക്ക് നല്ല രീതിക്ക് അവിടെ എൻട്രൻസ് വരെ നമുക്ക് ചെറിയ പോവായിരുന്നു, വണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല. കാരണം വെച്ചാൽ അത്രയും റോഡും എല്ലാം പൊളിഞ്ഞ് കിടക്കുക. അപ്പോൾ നമ്മളൊപ്പം അവിടുത്തെ ഒരു മലാന വില്ലേജിലെ ഒരു സീനിയർ സിറ്റിസൺ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മോട് പറഞ്ഞു തന്നത്. ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അടിപൊളിയായിട്ടോ കാണാൻ നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഓഫ് റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അവിടുന്ന് ഒരു ഏകദേശം ഈ ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ അവിടുന്ന് ഒരു 7 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു മിനിമം 1 hour എടുക്കും നമ്മൾ അവിടേക്ക് എത്താൻ. കാരണം അത്രയും ഓഫ് റോഡാണ്. അത്ര എക്സ്പീരിയൻസ് ഡ്രൈവർമാരല്ലാത്തവർക്ക് അവിടെ പോകാനില്ല. അങ്ങനെ നമ്മൾ എത്തുന്നത് മലാന വില്ലേജിൻ്റെ ഒരു ആർച്ച് കാണാം. അവിടെയാണ് നമ്മൾ എത്തുക. അവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂർ നമുക്ക് ട്രക്ക് ചെയ്തിട്ട് വേണം പോകാൻ മലാന വില്ലേജിലോട്ട് എത്താൻ. കാരണം ഒരു 4 കിലോമീറ്റേഴ്സ് ഉണ്ട് ട്രക്കിങ് നമുക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകുന്ന വഴിയൊക്കെ അടിപൊളിയെന്നാണ്. അവിടെ വില്ലേജിൽ എത്തിക്കഴിഞ്ഞാൽ വേറൊരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് ആരും തൊടാനോ ഒന്നും പറ്റില്ല. അവർ ആരും വീട്ടിലോട്ട് കയറാൻ പറ്റില്ല, ആരും തൊടാൻ പറ്റില്ല. ഒരു ഷോപ്പിൽ നിന്നെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അവിടെ വെച്ച് കൊടുക്കുക, അങ്ങോട്ട് പോരാ, സാധനങ്ങൾ പുറത്തുനിന്ന് എടുക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ജംലു ഋഷി ടെമ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്. അതാണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ക്ഷേത്രം. ഈ ഹിമാചലിലെ പാർവതി വാരിയിലുള്ള എല്ലാ വില്ലേജുകളിലും ഏറ്റവും അടിപൊളി ഒരു വില്ലേജാണ് ഈ മലാന വില്ലേജ്. ഇവിടുത്തെ ഏറ്റവും അടിപൊളി ക്ഷേത്രമാണ് ഈ ജംലു ഋഷി ടെമ്പിൾ എന്ന് പറഞ്ഞത്. അത് നമുക്ക് തൊടാൻ പാടില്ല, തൊട്ടാൽ 5000 രൂപ ഫൈനാണ്. അപ്പോൾ അത്രയും അവർ ആ ഒരു വില്ലേജിലെ ആൾക്കാർ അത്രയും കെയർ ചെയ്ത് പോകുന്ന അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിപ്പോഴും നിലനിർത്തിക്കൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം 8700 ഫീറ്റ് സീ ലെവലിൽ നിന്ന് 8700 ഫീറ്റ് ഹൈയിലാണ് ഈ ഒരു വില്ലേജ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇവിടെ കനാബിസ് റെസിനായിട്ടുള്ള മലാന ക്രീം എന്ന് പറയുന്ന ഒരു ക്രീമുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ. അതായത് വേൾഡിൽ അങ്ങോളങ്ങോളുള്ള ആൾക്കാർ മുഴുവൻ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴും ആ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് ഒരു 1.5-2 hours നമുക്ക് ആ ട്രക്കിങ്ങിന് എടുക്കും. അത് തിരിച്ച് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതേ സമയം തന്നെ എടുക്കും. രണ്ടും ഒരു മല ഇറങ്ങുന്നു കയറുന്നു അങ്ങനെ ഉണ്ടാവണം. അപ്പോൾ ആ ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ തന്നെ തിരിച്ച് നമുക്ക്, കാരണം നമ്മൾ പ്രിഫർ ചെയ്തത് ആ ചേട്ടൻ തന്നെ. കാരണം 17 years ആയിട്ട് ആ ചേട്ടൻ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും ഒരു ഓഫ് റോഡ് ഏത് സിറ്റുവേഷനിലുള്ള റോഡും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ചേട്ടൻ ആയതിനെ കൊണ്ട് ആ പുള്ളീനെ തന്നെ നമ്മൾ എടുത്തു തന്നിട്ട് പുള്ളി നമ്മൾ ഹൈഡ്രോ പവർ പ്ലാന്റൊക്കെ നിർത്തി ഇവിടെയാണ് പ്രൊജക്റ്റ് വരുന്നത്, ഇതാണ് തന്നെ എന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നല്ലൊരു ചേട്ടൻ. അപ്പോൾ പുള്ളിയുടെ നമ്പറൊക്കെ തന്നു നമുക്ക്, ഇനി വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് പുള്ളിയെ നമ്മൾ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നമ്മൾ തിരിച്ച് കസോളിലോട്ട് തന്നെ. അപ്പോൾ രാവിലെ ഇറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആയി നമ്മൾ റിട്ടേൺ കസോളിലോട്ട് എത്താൻ തന്നെ. അപ്പോൾ കാരണം വെച്ചാൽ അത്രയും ടൈം കൊടുക്കും. അവിടെ ഇപ്പോൾ ക്ലീൻ റോഡോ കാര്യങ്ങളോ അല്ലാതെ തന്നെ കൊണ്ട് അത്രയും ടൈം കൊടുക്കും. എന്നാലും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക്. അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ്. എല്ലാവരും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പാർവതി വാലിയിലെ ഒരു സവിശേഷമായിട്ടുള്ള ഒരു വില്ലേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ലൈഫിൽ വിസിറ്റ് ചെയ്യണം മലാന വില്ലേജ്.